ഹൗസ് ഓഫ് പാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്കിന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് പ്രീമിയർ ഡെൻ്റൽ കെയറിലെ നമ്മുടെ ഡെൻ്റൽ സർജൻ ഡോക്ടർ ടെനി മാത്യു ആണ് നമ്മളുടെ അതിഥിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. വെൽക്കം ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എല്ലാവർക്കും പൊതുവെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടി പോലെയാണ്. അത് ശരിക്കും വേദനയുള്ളതാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്സാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഡോക്ടർ എന്താ നമുക്കത് അറിയാനായിട്ട്? അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. മെയിനായിട്ടും അത് വളരെ വേദന ഉള്ള ഒരു പ്രൊസീജിയറാണ് എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റിദ്ധാരണ. ആക്ച്വലി നമുക്ക് വേദന ഉള്ള പല്ലിൻ്റെ വേദന മാറ്റാനുള്ള ഒരു ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ. അത് നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു തരിപ്പിച്ചിട്ട് നമുക്ക് പല്ലിന് വേദന ഇല്ലാത്ത ഒരു ഇഞ്ചക്ഷൻ, നമുക്ക് വേദന ഇല്ലാത്ത ടൈപ്പിൽ ഇഞ്ചക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറുതായിട്ട് തരിപ്പിച്ചിട്ടാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. അത് അബ്സല്യൂട്ട്ലി വേദന പെയിൻഫുൾ അല്ലാണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ചെയ്യാവുന്നതാണ്. ഒത്തിരി വർഷം മുമ്പ് അത് ആളുകൾ പലപ്പോഴും ഒരു 10-20-30 കൊല്ലം മുമ്പുള്ള ആളുകൾ പറഞ്ഞു കേട്ട അനുഭവങ്ങളൊക്കെ വെച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറയുന്നത്. നമുക്ക് ഡെൻറ്റിസ്ട്രിയിൽ ഇപ്പോൾ നമുക്ക് വേദന ഇല്ലാത്ത രീതിയിലുള്ള പല്ല് പറിക്കാനും റൂട്ട് കനാൽ ചെയ്യാനും ഒക്കെ ഇപ്പോൾ സാധിക്കും. ഓക്കെ. അതുപോലെ ഡോക്ടർ, ഈ പല ആളുകളും ഈ പല്ല് വെളുപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഹോം റെമഡീസ് പോലുള്ള ചൂർണങ്ങൾ, മാവില, ഉപ്പ് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറയുന്നത് കേൾക്കാം. അതൊക്കെ ശരിക്കും എഫക്റ്റീവ് ആണോ? അത് നമ്മളുടെ വീട്ടു വൈദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഉപ്പ്, ഉമ്മിക്കരി, അതെല്ലാം വെച്ച് നമ്മൾ പണ്ട് കാലങ്ങളിലെ ആൾക്കാർ പല്ല് വെളുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പലവിധ പണികൾ ചെയ്തിരുന്നു. അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉപ്പും ഉമ്മിക്കരിയും ഒക്കെ ആയിട്ട് ഒരു പരിധി വിട്ട് കൂടുതൽ നമ്മൾ പല്ലിൽ അമർത്തി പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ ലെയറിന് തേയ്മാനം വരികയും പുളിപ്പ് വരികയും പല്ലിന് ഡാമേജൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ തനിയെ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ മാവിലയൊക്കെ എങ്ങനെയാണ്? മാവിലയ്ക്ക് അത്ര അപകടമില്ല, അത്ര പ്രശ്നമില്ല. മാവിലയുടെ അതിൻ്റെ ചില ജ്യൂസസ് ഒക്കെ നമുക്ക് ഗമ്മിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാവില നമുക്ക് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ല ഉപയോഗിക്കുന്നതിൽ. മെയിനായിട്ട് നമ്മുടെ വായിലെ ആരോഗ്യം നമ്മുടെ ഹൃദയത്തെയും പ്രമേഹത്തെയും ഒക്കെ ബാധിക്കുന്ന ഇങ്ങനെ ചില ആളുകൾ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മളുടെ ഓറൽ ഹൈജീൻ, വായുടെ ആരോഗ്യവും നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് മോണപ്പഴുപ്പ് ഒക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ മോണയിലുള്ള അണുബാധ നമ്മുടെ മോണയിലുള്ള രക്തക്കുഴലുകൾ വഴി അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാനും ഹാർട്ടിൻ്റെ വാൽവുകൾക്കൊക്കെ ഡാമേജ് വരുത്തുന്ന അസുഖങ്ങൾ ഉണ്ട്. റിലേറ്റഡ് ആണ്. അതിന് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ പ്രമേഹമൊക്കെ ഒത്തിരി കൂടിയ ആളുകൾക്ക് മോണരോഗം കൂടാനായിട്ടും ഈ മോണരോഗം നമ്മുടെ ഓവറോൾ മറ്റ് അവയവങ്ങളെയൊക്കെ ചെറിയ തോതിൽ ബാധിക്കാനൊക്കെ ആയിട്ട് ഇടയുണ്ട്. അത് ശരി. ഡോക്ടർ, ഇപ്പോൾ ഫണ്ണി ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കാതെ നമ്മൾ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്ന് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്താ പറയുക, അത് സത്യമാണോ? അത് നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് കറക്റ്റ് ആണോ? പല ആളുകളും ഇങ്ങനെ ഓരോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കേട്ടൊരു സംഭവമാണ് വായ കഴുകാതെ നമ്മൾ മോർണിംഗിൽ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താൽ മതി, അത് ആ ഒരു ബാക്ടീരിയാസ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണെന്നൊക്കെ. അതിലെന്തെങ്കിലും വാസ്തവം ഇല്ല. ആക്ച്വലി അത് ഒരു സയൻറ്റിഫിക്കലി തെറ്റാണത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വായിൽ ഒരു ബയോഫിലിം, ബാക്ടീരിയയുടെ ഒരു ഫിലിം ഓട്ടോമാറ്റിക്കലി വായിൽ വരും. അപ്പോൾ ആ ഫിലിം പോകാൻ, ആ ബയോഫിലിം പ്ലാക്ക് പോകാനാണ് നമ്മൾ ആക്ച്വലി പല്ല് തേക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ വായിൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ട്. അപ്പോൾ നമ്മുടെ വായിൽ ഓൾറെഡി ആ ബയോഫിലിം ഓൾറെഡി വായിലുണ്ടാകും. അപ്പോൾ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പല്ല് ബ്രഷ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്.
ഈ ഫോറിനേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഫോറിനേഴ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാവണമെന്നില്ല, നന്നാവണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഫോറിൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പല ഫോറിൻ ഹോട്ടലിൽ നമുക്ക് വായ കഴുകാൻ അവിടെ ഒരു വാഷ് ബേസിൻ പോലും ഉണ്ടാവില്ല. അപ്പം അവരുടെ രീതികൾ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളത് അന്ധമായിട്ട് അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ. അതുപോലെ തന്നെ ഡോക്ടർ, ഇങ്ങനെ പ്രായമായ ആളുകൾക്ക് ക്ലിപ്പ് ഇടാൻ സാധിക്കുമോ? അത് എന്താ, അതൊക്കെ എഫക്റ്റീവ് ആണോ അതോ ദോഷമാണോ, അങ്ങനെ എന്താണത്? ക്ലിപ്പ് നമുക്ക് പല്ലുകൾ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടും മുഖസൗന്ദര്യം കൂട്ടാനായിട്ടാണ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത്. ക്ലിപ്പ് ഉപയോഗിക്കുന്നതിന് പ്രായം ഒരു വിഷയമല്ല. പ്രായമാകുമ്പോൾ പല്ലുകൾക്കൊരു അല്ല, അത് ഞാൻ വരട്ടെ, അതിലേക്ക് വരാം. അപ്പോൾ അത് മോണ വീക്ക് ആയാൽ നമുക്ക് ക്ലിപ്പ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ പല്ലിന് ചെറിയ ഇളക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഇടാൻ പാടില്ല. മോണയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ പ്രായം ഇപ്പോൾ 40 വയസ്സായി 50 വയസ്സായി 60 വയസ്സായ ആളുകളിലും നല്ല മോണയ്ക്ക് ബലമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവർക്ക് ക്ലിപ്പ് ഇടാൻ പറ്റും. ക്ലിപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തുള്ള ക്ലിപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ കാണാത്ത ടൈപ്പുള്ള അലൈനേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ പ്രായമല്ല അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ. ഡോക്ടർ, അതുപോലെ തന്നെ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന ഒന്നാണ് ഡെൻ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത്. അത് ഡെൻ്റൽ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആളുകളും അത് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി? ആക്ച്വലി ഡെൻ്റൽ ക്ലീനിങ് നമ്മൾ ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ ഓൾറെഡി പ്രായമായ ആളുകളിൽ മോണയൊക്കെ താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരിൽ ക്ലീൻ ചെയ്യുമ്പോൾ അന്നേരം ഒരു താൽക്കാലികമായിട്ടൊരു പുളിപ്പും അസ്വസ്ഥതയും ഒക്കെ ചെറുതായിട്ട് വരാം. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ആളുകൾക്ക്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചില അനസ്തെറ്റിക് ചെറിയ ജെല്ലൊക്കെ പുരട്ടി നമുക്കത് അസ്വസ്ഥത കുറയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളൊരു ഇയർലി വൺസെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെല്ലാ ഡെൻ്റൽ ക്ലിനിക്കുകളിലും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ കുട്ടികളുടെ പല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് അവർക്ക് കോൺഫിഡൻസ് നശിച്ചു പോകുന്നൊരു പ്രവണതയുണ്ടല്ലോ. അപ്പോൾ ഏത് പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് ക്ലിപ്പ് ഇടാനായിട്ട് സാധിക്കുക? അത് ഡിഫറെൻറ്റ് ക്ലിപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതുള്ളതൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇപ്പോൾ ക്ലിപ്പ് ഇടാനായിട്ട് നമുക്ക് ഇപ്പോൾ വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക്, ഉദാഹരണത്തിന് ഇപ്പം നമുക്കൊരു 7 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ അവർക്ക് പാൽപ്പല്ലുകളും മറ്റേ പെർമനൻറ്റ് സ്ഥിരമായിട്ടുള്ള പല്ലുകളും വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് പലപ്പോഴും മേൽത്താടിയലിൻ്റെയും കീഴ്ത്താടിയലിൻ്റെയും ഒക്കെ വളർച്ച വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പേരൻസ് അത് നോട്ട് ചെയ്യണമെന്നില്ല. ഒരു നല്ല ഡെൻ്റൽ ഡോക്ടർക്ക് അത് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മേൽത്താടിയലിൻ്റെയും കീഴ്ത്താടിയലിൻ്റെയും വളർച്ചയിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മയോ ഫങ്ഷണൽ അപ്ലയൻസ് എന്ന പ്രത്യേക തര ക്ലിപ്പുകൾ വെച്ച് ആ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ കീഴ്ത്താടിയലിൽ ഒരാളുടെ ഒത്തിരി ഉള്ളിലേക്ക് ഇരിക്കുക, അപ്പോൾ കുഞ്ഞിനത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ആ താടിയലിൻ്റെ വളർച്ച നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ മേൽത്താടിയലിൽ നമുക്ക് ഒത്തിരി നീണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചില പ്രത്യേക ക്ലിപ്പ് വെച്ച് പുറകിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതെല്ലാം ഏകദേശം ഒരു 7 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കാണ് ഇങ്ങനത്തെ മയോ ഫങ്ഷണൽ ക്ലിപ്പുകൾ ഉപയോഗിക്കേണ്ടത്. ഒരു 11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ പല്ലുകളെല്ലാം പോയി കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് കൂടിയ ക്ലിപ്പുകളിലേക്ക്, ഫിക്സഡ് ക്ലിപ്പുകളിലേക്കൊക്കെ വഴിയാണ് പിന്നെ പല്ലുകളുടെ ക്രമീകരണങ്ങൾ നടത്തുക. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ നൂതന സാധ്യതകൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ? കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്നാൽ ഇപ്പോൾ വളരെ അധികം ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഡെൻറ്റിസ്ട്രിയിലൊരു പുതിയ ഏരിയ ആണത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് എന്ന പരിപാടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഫേസും പല്ലുകളും ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് നമ്മളുടെ സ്മൈൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ സ്മൈല് എൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിരിക്കുമ്പോൾ നമ്മളുടെ പല്ലുകൾ എന്തുമാത്രം കാണണം, എന്തുമാത്രം കാണരുത്, മോണ എന്തുമാത്രം എക്സ്പോസ്ഡ് ആവണം ആകരുത്, അങ്ങനെയൊക്കെയുള്ള അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പല്ലുകളുടെയും പുഞ്ചിരിയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്മൈൽ ഡിസൈനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരിത്. മറ്റൊന്ന്, നമുക്ക് പല്ലുകൾ
ഇപ്പോൾ പലർക്കും വെളുത്ത പല്ലുകളോട് വളരെ താല്പര്യമുണ്ട്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും വെളുത്ത പല്ലല്ല ശരിക്കും വേണ്ടത്, ഇളം മഞ്ഞ. ശരിയാണ്, നമ്മുടെ ആരുടെയും പല്ലുകൾ വെളുത്തല്ലായിരിക്കുന്നത്. അതൊരു ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഇളം മഞ്ഞ കളറാണ്. അത് നമ്മളുടെ സ്കിൻ കളറുമായിട്ട് തന്നെ അതിന് ചില സാമ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിൻ ആൾക്കാർക്ക് കുറച്ച് വെളുത്ത പല്ല് കൂടുതലായിരിക്കും, വെളുപ്പ് കൂടുതലായിരിക്കും. അതിൽ കുറച്ച് ഫെയർ സ്കിന്നുള്ളവർക്ക് കുറച്ച് യെല്ലോയിഷ് പല്ലായിരിക്കും കൂടുതൽ വരിക, പൊതുവെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ മഞ്ഞ ഇരിക്കുന്ന പല്ലുകൾ നമുക്ക് വൈറ്റനിങ് വഴി, പ്രത്യേക ബ്ലീച്ചിങ് വഴി, ചില ലേസർ ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ പല്ലിൻ്റെ നിറം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിലിം ഫീൽഡിലൊക്കെ ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നു. അവര് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വൈറ്റനിങ് അവർ സ്ഥിരം ചെയ്യുന്നുണ്ട്. വെളി രാജ്യങ്ങളിലും നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും വൈറ്റനിങ് പൊതുവെ ഒത്തിരി കൂടുതൽ ചെയ്യാറുണ്ട്. നമ്മളുടെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും ഇപ്പോൾ ആളുകൾ ഒത്തിരി അവെയറായി വരുന്നുണ്ട്. ഡോക്ടർ, ഈ ഡെൻ്റൽ വെർണീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, എന്താണ് അത് സംഭവം എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. ഡെൻ്റൽ വെനീർ എന്ന് പറയുന്നത് ഒരു ഇനാമലിൻ്റെ ഒരു ചെറിയ പാളി പോലെയുള്ള ഒരു സാധനമാണ്. അത് നമ്മളുടെ ഒരു നഖത്തിൻ്റെ ഒരു പാളി എടുത്ത് എങ്ങനെ ഇരിക്കും അതുപോലെ പല്ലിൻ്റെ ഒരു ഔട്ടർ ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഡെൻ്റൽ വെനീർസ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പോർസലിൻ ലാമിനേറ്റ്സ്. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് പല്ലുകളുടെ നിറം കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മഞ്ഞ പല്ലുള്ള ആളിന് നമുക്കൊരു വൈറ്റ് കളറിലുള്ള ഡെൻ്റൽ വെനീർ കൊടുത്താൽ അയാളുടെ പല്ല് വൈറ്റ് ആവും. അപ്പോൾ ഫ്രണ്ടിലുള്ള ഏകദേശം 6 പല്ലുകൾ, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഇങ്ങോട്ട് 3 പല്ല് ഇങ്ങോട്ട് 3 പല്ല്, അങ്ങനെ 6 പല്ല് നമ്മൾ ഒന്നിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ടിലെ 8 പല്ലുകൾ ചെയ്യും. അപ്പോൾ കളർ കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കൂടാണ്ട് പല്ലിൻ്റെ ഷേപ്പുകൾ വെനീർ വഴി മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് അല്പം പല്ലിപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണ്, അതൊക്കെ വെനീർ വഴി അതിൻ്റെ ചെരിവ് മാറ്റാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു പല്ല് അല്പം പൊങ്ങിയിരിക്കുക അല്ലെങ്കിൽ താണിരിക്കുകയാണ്, അതിൻ്റെ ലെവലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെനീർ വഴി നമുക്കത് മനോഹരമാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡുകളുണ്ടല്ലോ, ഇപ്പം ഐസ് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഫുഡ്സ്, ഇത് രണ്ടും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. ശരിയാണ്, ഐസ് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ അതെ, അത് നമ്മൾ ഒത്തിരി തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ നല്ലത്. അതുപോലെ ഒത്തിരി ചൂടും പാടില്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എപ്പോഴും നല്ലത്. അല്ലേ? സാധാരണ കുട്ടികളുടെ ആദ്യ ഡോക്ടർ വിസിറ്റ് എപ്പോൾ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്? കുട്ടികളുടെ ആദ്യത്തെ ഡെൻ്റൽ വിസിറ്റ് എപ്പോഴും ഒരു ആദ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം 1 വയസ്സിനും 1.5 വയസ്സിനൊക്കെ ഇടയ്ക്കായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് പല്ലുകൾ 6 മാസം ആകുമ്പോൾ തന്നെ പല്ലുകൾ താഴത്തെ ജോയിൽ വരാൻ തുടങ്ങും. പിന്നെ 1 വയസ്സാകുമ്പോഴേക്കും മുകളിലത്തെ ഒരു 3-4 പല്ലുകൾ വരും. അപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും അവർക്കൊരു 5-8 പല്ലുകളെങ്കിലും മുകളിലുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ നമ്മൾ വെറുതെ വന്ന് കുട്ടികളൊന്നും ചെയ്യണ്ട. കുട്ടികൾ നമ്മൾ ഈ ക്ലിനിക്കും ഇതൊക്കെ ആയിട്ട് വെറുതെ പരിചയപ്പെട്ടു പോകുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതുപോലെ വിസ്റ്റം ടൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അത് പല്ലെടുത്ത് കളയേണ്ടി വരുമോ അതോ മരുന്ന് കൊണ്ട് നമുക്കത് മാറ്റാൻ സാധിക്കുമോ? അത് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വായിൽ ഏറ്റവും അവസാനം വരുന്ന പല്ലുകൾക്കാണ് വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ അണപ്പല്ല് അത് ഏകദേശം 18 വയസ്സിന് 25 വയസ്സിന് ഇടയ്ക്കാണ് വരിക. അത് നമുക്ക് 4 വിസ്റ്റം ടൂത്തുകളുണ്ട്, ഇവിടെ 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 ഇവിടെ. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരും. അത് കാരണം നമുക്ക് ബാക്കി പല്ലുകളെല്ലാം 10-11 വയസ്സിൽ വന്ന് കഴിയും. ഈ വിസ്ഡം ടീത്ത് ഏറ്റവും അവസാനം വരുന്നത് 18-25 ഏജിലാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ പലപ്പോഴും അത് താടിയലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുക, ചെരിഞ്ഞ് വരിക, പകുതി വരിക, അങ്ങനെ പല പ്രശ്നങ്ങളും അതിന് കാണാറുണ്ട്. അതാണ് അത് പെയിൻഫുൾ ആയിട്ട് വരുന്നത്. ഒരു ഏകദേശം ഒരു 60% ആൾക്കാർക്കും വിസ്ഡം ടീത്ത് ചെരിഞ്ഞും അത് അതിൻ്റെ പൊസിഷൻ മാറിയൊക്കെ വരാം. അപ്പോൾ അത് അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ഡെൻ്റൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമുക്കൊരു ചെറിയ എക്സ്റേ എടുക്കണം. പല്ലിൻ്റെ ചെറിയ എക്സ്റേ, ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഉള്ളൂ ഇപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കുന്നത്. പഴയ പോലെയുള്ള പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ അത് റേഡിയേഷനൊക്കെ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും. എക്സ്റേ നോക്കിയാൽ പല്ല് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകും. എന്നിട്ട് അത് എടുക്കേണ്ടതാണെങ്കിൽ അത് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലത്.
ആ അതായിരിക്കും ഏറ്റവും നല്ലൊരു നല്ലത്. ഇപ്പം മരുന്ന് കഴിച്ചാൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഈ അറ്റത്തെ പല്ല് വന്നിട്ട് തൊട്ട് മുമ്പിലത്തെ പല്ലിലേക്ക് വന്നിട്ട് ഇടിച്ച് നിൽക്കുകയും അതിലേക്ക് തുളഞ്ഞ് കയറി നിൽക്കുന്ന അവസ്ഥ പോലെയൊക്കെ വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റണം. ഓക്കെ ഓക്കെ. അപ്പോൾ അത് സാധാരണ പല്ലെടുക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിലാണ് വിസ്ഡം ടീത്ത് എടുക്കുന്നത്. അതൊരു സർജിക്കലി എടുക്കുക എന്ന് പറയും. അതിന് മോണ മാറ്റി, ഒട്ടും വേദന ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. മോണ മാറ്റി പ്രത്യേക രീതിയിലാണ് അത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ പല്ലിന് ഭയങ്കരമായിട്ട് മഞ്ഞ കളറ് വരുമ്പോൾ ഈ പല സോഷ്യൽ മീഡിയാസിലും വിനാഗിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള ഹോം റെമഡീസ് കാര്യങ്ങൾ അതൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അല്ല. നമുക്ക് മഞ്ഞനിറം മാറ്റാനുള്ള വിദ്യ നമുക്ക് ഇതിൽ ഉണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, റോങ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അതിലുള്ള ഒന്നാണ് നമുക്ക് ഇപ്പോൾ വിനാഗിരി ഉപയോഗിച്ച് പല്ല് ഒതുക്കി തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കും അങ്ങനെയൊക്കെ ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് വരുന്നത്. വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരു ആസിഡാണത്. അത് നമ്മളത് ഒത്തിരി ഒതുക്കി പല്ലിൽ ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരു അബ്രേസീവ് ആക്ഷൻ വരിക. അബ്രേസീവ് ആക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ പല്ലുകളുടെ മുകളിലത്തെ ഒരു ലെയർ തന്നെ തേഞ്ഞു പോകാം. എന്നിട്ട് നമുക്ക് കൂടുതൽ പുളിപ്പ് വരും. പിന്നെ ഈ ഔട്ടർ ലെയർ ഇനാമൽ തേഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ മഞ്ഞ ലെയർ കൂടുതൽ തെളിഞ്ഞു വരും. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല്ല് വെളുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ പല്ല് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ചിലർക്ക് അത്ര അങ്ങനെ ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല. കാരണം ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഐസ്ക്രീം കഴിച്ചാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഫീല് നൽകുന്ന അതുണ്ടല്ലോ, അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലേ? അത് പുളിപ്പ് ഓരോ ആളുകൾക്കും അത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവെ പ്രോസസ്ഡ് ഫുഡ്സ്, അച്ചാറുകൾ, അസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് പല്ലിൽ ഒരു ഇനാമൽ എറോഷൻ, ഇനാമലിൻ്റെ ഒരു ലെയർ അലിന്ന് പോകുന്ന അവസ്ഥ കുറേ നാൾ കൊണ്ട് വരാം. ജാമുകൾ അല്ലെങ്കിൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മൾ ഈ കൊക്കക്കോള അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ്, ഇതിനകത്തെല്ലാം അത് വളരെ അസിഡിക് നേച്ചറുള്ള ഡ്രിങ്ക്സാണ്. അപ്പോൾ അത് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക്, ദിവസവും കഴിക്കുന്ന ആളുകൾക്ക് പല്ലിനകത്ത് ഇനാമലിന് ചെറിയ തേയ്മാനം വരാം. അങ്ങനെയുള്ള ആളുകൾക്കാണ് പൊതുവേ ഈ ഐസ്ക്രീമും ചൂടൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ സെൻസിറ്റിവിറ്റി, പുളിപ്പുണ്ടാകുന്നത്. അത് നമുക്ക് സെൻസിറ്റിവിറ്റിക്ക് പ്രത്യേക മരുന്നുള്ള മെഡിക്കേറ്റഡ് പേസ്റ്റുകളുണ്ട്. ആ പേസ്റ്റുകൾ വെച്ച് നമുക്കത് ഒരു പരിധിവരെ നന്നായിട്ടത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഡോക്ടർ, ഈ മൗത്ത് വാഷ് ശരിക്കും എഫക്റ്റീവ് ആണോ? അത് മൗത്ത് വാഷുകൾ നമുക്ക് ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന നല്ലതല്ല. ഡെയിലി യൂസ് ചെയ്യുന്നത് അത്ര ഡെയിലി ഇപ്പോൾ വായിക്ക് വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് കുറച്ച് ആഴ്ചകൾക്കൊക്കെ ഉപയോഗിക്കാം. അത് ഒരുപാട് നാൾ ഉപയോഗിച്ചാൽ വായിലുള്ള നല്ല ബാക്ടീരിയകളുടെ എണ്ണത്തിൽ കുറവ് വരികയും വായിൽ ചില കറ വരാനും വരെ അതിന് സാധ്യതയുണ്ട്. സർ, നമുക്ക് ലാസ്റ്റായിട്ട് ഡോക്ടർക്ക് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ്, നല്ല ഗുഡ് ആൻഡ് ഹെൽത്തി ടൂത്ത് ലഭിക്കാനുള്ള എന്തൊക്കെയാ ടിപ്സാണ് ഒന്ന് പറയാം? നോക്കാം. നമുക്കൊരു ആരോഗ്യമുള്ള പല്ലുകൾക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് 2 നേരവും ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുന്ന എപ്പോഴും ഒരു ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റസ് വെച്ച് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന നമ്മളുടെ ഇവിടെ മെയിൻ ബ്രാൻഡുകളിലെല്ലാം ഫ്ലൂറൈഡ് ഉണ്ട്. പക്ഷേ ആയുർവേദ പേസ്റ്റുകളിൽ ഫ്ലൂറൈഡ് ഉണ്ടാകില്ല. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടാവും. അപ്പം അങ്ങനെ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റുകൾ വെച്ച് 2 നേരം ബ്രഷ് ചെയ്യുക. പിന്നെ ഒരു 6 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കാണുന്ന നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള റുട്ടീൻ ചെക്കപ്പിലൂടെ പരിഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ദിവസവും ഒരു നേരം നാക്ക് വടിക്കുക. പിന്നെ ഡെൻറ്റൽ ഫ്ലോസിങ്, നമ്മുടെ പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക ഡെൻറ്റൽ ഫ്ലോസ് എന്ന നൂലുകളുണ്ട്, അത് വെച്ച് ചെയ്യാം. അത് കണ്ടിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ വാട്ടർ ഫ്ലോസർ എന്ന കുറച്ചും കൂടെ നല്ല ഒരു സാധനമുണ്ട്. നമുക്ക് ഒരു വാട്ടർ ജെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഹാൻഡി മെഷീനുണ്ട്. നമുക്കത് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. വാട്ടർ ഫ്ലോസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെൻറ്റൽ ഈ നൂല് വെച്ച് ക്ലീൻ ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. വാട്ടർ ഫ്ലോസർ വെച്ച് അത് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് വാട്ടർ ഫ്ലോസിങ് ഒരിക്കൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നല്ല സമീകൃതമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഉദാഹരണത്തിന്
ഇപ്പോൾ കാൽസ്യം ഒക്കെ കൂടുതലുള്ള ചീരകൾ അല്ലെങ്കിൽ ചെറുമീനുകൾ, ഓക്കെ. ഈ നത്തോലി അല്ലെങ്കിൽ കൊഴുവ പോലെയുള്ള മീനിനകത്തൊക്കെ ഒത്തിരി കാൽസ്യം ഉണ്ട്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, അങ്ങനത്തെ ഡയറി ഉൽപ്പന്നങ്ങളൊക്കെ കാൽസ്യം ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. നമ്മുടെ ഈ ഹൗസ് ഓഫ് പാഷൻ സെഗ്മെൻറ്റിൽ നമുക്ക് ഓരോ എപ്പിസോഡിലും ഓരോ മേഖലയിലുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ ഈ പല്ലിൻ്റെ കാര്യങ്ങളിൽ അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പല്ല് നമ്മുടെ ഹാർട്ടിനെ വരെ റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ അല്ലേ, അത് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ സാർ അത്രയ്ക്ക് നല്ല ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും താങ്ക്സ് സാർ, വന്നതിനും നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് ചർച്ച ചെയ്തതിനും എല്ലാത്തിനും നന്ദി. നൈസ് ടോക്കിംഗ് ടു യു.